അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിച്ച വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. ഇപ്പം ട്രിവാൻഡ്രത്തായാലും കൊല്ലത്ത് ജോലി ചെയ്യുന്നവർ അങ്ങനെയൊക്കെ, അല്ലെ കാസർഗോഡായാലും അങ്ങനെ പോകുന്നവർ, പിന്നെ വേറെ നാറൂർ അങ്ങോട്ടൊക്കെ പോകുന്ന ആൾക്കാർ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ. ഇപ്പം നമ്മൾ സൈഡിലായിരിക്കും ഇരിക്കുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി, അല്ലെ മിക്കവരും സൈഡിൽ പോയിരിക്കും, എന്നിട്ട് മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ട്രെയിന് അപ്പോൾ ഒന്ന് രണ്ട് ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റേഷൻ മാറി ഇപ്പം നോർത്തിലോട്ടൊക്കെ പോകുമ്പോഴായിരുന്നു അന്ന് കണ്ട വീഡിയോയിൽ കാണിച്ച ആൾക്കാർ ഒരു സ്റ്റേഷനിൽ നിർത്തിയപ്പം ട്രെയിന് മൂവ് ആവുന്നവരെ അവർ നോക്കിയിരിക്കും. എന്നിട്ട് നേരെ എന്ത് ചെയ്യും, ട്രെയിൻ മൂവ് ആകുമ്പോഴത്തേക്ക് ഇവർ ഓടി വന്നിട്ട് മൊബൈൽ പിടിച്ച് വാങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ ഓടിപ്പോയിട്ട് വേറെ ആരെങ്കിലും കൊടുക്കുക, അവരവിടെ നിന്ന് കൊണ്ട് ഓടി എങ്ങോട്ടെങ്കിലും അങ്ങ് പോകും. അപ്പോൾ ട്രെയിന് നമ്മൾ എന്തായാലും നിർത്താൻ പറ്റത്തില്ല. ഒരാളെ മൊബൈൽ പോയെന്ന് പറഞ്ഞിട്ട് ട്രെയിൻ നിർത്തത്തില്ല. അപ്പം ബസ്സാണെങ്കിൽ നിർത്തും. അങ്ങനെ പോകുമ്പോൾ അവർ കൊണ്ട് ഓടി എങ്ങോട്ടെങ്കിലും അങ്ങ് പോകും. അപ്പോൾ കുറേ ആൾക്കാരുടെ അങ്ങനെ മൊബൈൽ നഷ്ടമായിട്ടുണ്ട്. ആരും കേസൊന്നും കൊടുക്കത്തില്ല. കേസ് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത സ്റ്റേഷനിലല്ലേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഇന്നൊരു വാർത്ത കണ്ടത്, പെരുമ്പാവൂർ ഒക്കെയുള്ള ഒന്ന് രണ്ട് ആൾക്കാരെ ഇപ്പം പിടിച്ചിട്ടുണ്ട്. പയ്യന്മാരാണ് കേട്ടോ ഇതെല്ലാം. അവരെ പിടിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിനിൽ നമ്മൾ ഈ എന്താണ് പടിയിലൊക്കെ ഇരിക്കത്തില്ലേ, പടിയിലൊക്കെ കുറേ പേര് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. പടിയിൽ തൂങ്ങി നിന്ന് പോവുക, പടിയിൽ ഇരുന്നിട്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ചെയ്യുന്ന പരിപാടി, ഇവർ ഒരു വലിയ നീളമുള്ള കമ്പും വെച്ചിട്ട് അവർ നിൽക്കും. അവർ ഇങ്ങനെ പോകുന്ന ടൈമിൽ ആ വടി കൊണ്ട് ഈ കയ്യിലിരിക്കുന്ന ഫോണിനടിച്ച് തട്ടി താഴെയിട്ട് എടുത്തിട്ട് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല, എടുത്ത് ചാടാൻ പറ്റുമോ? അങ്ങനെ എന്ത് ചെയ്ത് ലാസ്റ്റ് അതെല്ലാം ഈ ചെയ്തവരെല്ലാം മലയാളികളാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്, പെരുമ്പാവൂർ ആ സൈഡൊക്കെ ഉള്ളത്. അപ്പം അത് ചെയ്തതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആളുടെ ഇങ്ങനെ വടി കൊണ്ടടിച്ചപ്പോൾ നേരെ പുള്ളിക്കാരൻ താഴെ വന്ന് വീണു. അങ്ങനെ വീണ് പിന്നെ പുള്ളി കേസ് കൊടുത്തപ്പോഴാണ് അവർക്ക് റെയിൽവേ പോലീസിനകത്ത് കേസ് എടുക്കാൻ വേണ്ടി പറ്റിയത്. ഇതിന് മുന്നേക്കുള്ള സംഭവങ്ങൾ ആരും ഒരു മൊബൈൽ പോയെന്ന് പറഞ്ഞിട്ട് കേസ് അവർ വിചാരിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, കേസ് കൊടുത്താൽ നമ്മളെല്ലാവരും ചിന്തിക്കാൻ അതിൻ്റെ ബാക്കിൽ നടക്കാൻ പറ്റത്തില്ല. ജോലിക്ക് പോകുന്നവരായിരിക്കും, തിരക്ക് കാരണം ഒന്നും കൊടുക്കത്തുമില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഇന്ന് കേസ് കൊടുത്ത് അങ്ങനെ 6 പേരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റെയിൽവേ പോലീസ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഇപ്പം ദൂരയാത്രയ്ക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്, എന്തെങ്കിലും എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകുന്നെങ്കിൽ ഒരുപാട് ഗോൾഡൊന്നും ഇടാതെ പോവുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ, ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ബോഗിയിൽ ആൾ കൂടുതലുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിരിക്കുക, ഒറ്റയ്ക്കൊന്നും ഇരിക്കരുത്. പിന്നെ ട്രെയിനിനകത്ത് ഒത്തിരി പേര് വന്ന് കുറേ നേരം ഇരിക്കും, സംസാരിച്ച് കമ്പനിയാവും, നല്ല തമാശയൊക്കെ പറഞ്ഞ് നല്ല കമ്പനിയാവും. നിങ്ങളൊരു 3-4 പേര് ഇരിക്കുന്നെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, സംസാരിച്ച് കമ്പനിയായിട്ട് പിന്നെ അവർ കൊണ്ടുവന്ന കുറച്ച് ചായ, അവരാദ്യം നല്ല ചായ കുടിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പാനീയങ്ങൾ അവർ കുറച്ച് നല്ലതായിരിക്കും കുടിക്കുന്നത്, എന്നിട്ട് അവർ വേറെ ഇടത്ത് തരും. ഇല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ ചോക്ലേറ്റ് തരും. അവരപ്പോഴും എന്നെ കഴിക്കാൻ പറയും. ജസ്റ്റ് കഴിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ മയക്കത്തിലോട്ട് പോകുന്നത്. എന്ന് മയങ്ങി വിടുമ്പോഴത്തേക്ക് അവർ ഗോൾഡും എല്ലാം കൊണ്ട് അവർ മുങ്ങും. പിന്നെ ഒറ്റയ്ക്കാണെങ്കിൽ അറിയാമല്ലോ, ഇടയ്ക്ക് മറ്റേ ട്രെയിനിൽ നിന്നൊക്കെ അടിച്ചിട്ട് ബലാത്സംഗം അങ്ങനെയൊക്കെ നടക്കുന്ന, മുന്നേയൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ എല്ലാം നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നെങ്കിൽ ആൾക്കാരുള്ള സ്ഥലത്തോട്ട് പോയിരിക്കുക. ഇപ്പോൾ ഒരുപാട് സ്വർണ്ണങ്ങളൊന്നും ധരിക്കാതിരിക്കില്ല. മൊബൈൽ നമ്മൾ എല്ലാവരും റീൽസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇവർ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് ഓടുകയും ചെയ്യും. അതൊക്കെ ശ്രദ്ധിക്കുക. മൊബൈലൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടിരിക്കുക. സേഫ് ആണെങ്കിൽ മാത്രം ചെയ്യുക. ഇപ്പം ചിലപ്പം അകത്താരെങ്കിലും എന്തെങ്കിലും വരണമെങ്കിൽ നിങ്ങൾ കൂട്ടത്തോടെ തന്നെ അത് ചോദ്യം ചെയ്യുക, ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം കിടന്നാരറി ഒച്ച വെച്ച് എല്ലാം ആൾക്കാരെ കൂട്ടുക, അത് അറിയിക്കുക പോലീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും നോക്കിയൊക്കെ ഒന്ന് ഇത് യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരുപാട് ആഭരണങ്ങളൊന്നും ഇടാതെയും. പിന്നെ പടിയിൽ നമ്മൾ ഇതുണ്ടല്ലോ, ട്രെയിനിൻ്റെ പടിയിലൊന്നും ഇരിക്കാതിരിക്കുക പരമാവധി. ഡോർ എപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് തന്നെ ഇട്ടയ്ക്കുക. ആൾക്കാരൊക്കെ നമ്മൾ ഇതുപോലെ ശരി മൊബൈൽ പോട്ട് നമ്മൾ വടി കൊണ്ട് അടിക്കുമ്പോൾ തലയ്ക്കുള്ള അടിച്ച് വീണ്ടും മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു കുടുംബം അനാഥമായില്ലേ. എല്ലാവരും നോക്കിയും കണ്ടൊക്കെ ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ മൊബൈൽ പോകണമെന്ന് മാത്രമല്ല, വന്ന് സ്പീഡിൽ പോകുന്ന ട്രെയിനിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചെയ്യുന്നവർ കഞ്ചാവൊക്കെ അടിക്കാനും കഞ്ചാവിലൊക്കെ ആയിരിക്കും, അവർക്കൊരു പ്രശ്നമില്ല. അവർ വീടും കൂടുമൊക്കെ കളഞ്ഞിട്ടാണ് നടക്കുന്നത്. അവർക്ക് ആരെ കൊന്നാലും
പൈസ കിട്ടിയാൽ മതി, അവരെ കാര്യം നടക്കണം, അവർ ആഡംബരമായിട്ട് നടക്കണം. അതാണ് ആ ഇപ്പോഴുള്ള കുറേ ആൾക്കാരുടെ എന്താണ് ജോലി എന്ന് പറയാം. ജോലിക്കും പോകത്തില്ല, വീടും നോക്കത്തില്ല, അങ്ങനെ നടക്കുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.